സഹസ്രദീപങ്ങളുടെ കൃപയാൽ രക്ഷമഹാബഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഹരിഹര തനയാ ദേവാ ശ്രീമണികണ്ഠ വരമേഘു ശബരിനാഥ. ഹരിഹര തനയാ ദേവാ ശ്രീമണികണ്ഠ വരമേഘു ശബരിനാഥ. പറഞ്ഞ പോലെ ഭാരതത്തിന്റെ ചൈതന്യം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയെന്നുള്ള ഒരു സന്തോഷമാണ് ഞാൻ ദേവിയുടെ മുമ്പിൽ ഞാനിവിടെ നിങ്ങളെല്ലാവരും മുമ്പിൽ ഞാൻ അർപ്പിക്കുന്നത്. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഗിരീഷ് ജി ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല. ഒരു വിളി വന്നു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിലും ഏതാന്ന് ചോദിച്ചില്ല. ദേവി ക്ഷേത്രമാണ്, പുരടങ്കാവ് ദേവി ക്ഷേത്രത്തിലെ ലക്ഷദീപം തെളിയിക്കാനുള്ള പരിപാടിയാണ് വരണമെന്ന് പറഞ്ഞപ്പോൾ അത് വരാൻ സാധിച്ചതെന്ന് വെച്ചാൽ ദേവീൻ്റെ അനുഗ്രഹമൊക്കെ പല തിരക്കുകളും ബുദ്ധിമുട്ടുകളൊക്കെ അതിൻ്റെ ഇടയിൽ വന്നു. പക്ഷെ നിങ്ങളെല്ലാം കാണാനും ഇവിടുത്തെ അനുഗ്രഹം കിട്ടാനും ഇവിടെ എത്തുക എന്നുള്ളത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ ഫീൽ ചെയ്തു. അപ്പോൾ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തിനെ പറ്റി പറയുന്നവർ മുഴുവനും രാജ്യത്തിൻ്റെ ശത്രുക്കളായി നമ്മൾ മാറും. പക്ഷെ നമ്മൾ നമ്മളെ മണ്ണിന് വേണ്ടി സംസാരിക്കുക, നമ്മൾ മണ്ണിന് വേണ്ടി പ്രവർത്തിക്കുക, അത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ശത്രുത മറന്ന് ജീവിക്കുക എന്നുള്ള ഒരു പോളിസി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും, പക്ഷെ മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷം, വളരെയധികം സന്തോഷം തോന്നും. കാരണം അതിൻ്റെ ഒരു ആനന്ദം അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഒത്തിരി ശത്രുക്കളെയും ഭീകരതയും എൻ്റെ പിന്നിലും മുന്നിലും ഞാൻ സൃഷ്ടിക്കുമ്പോൾ എൻ്റെ മനസ്സിലാഹ്ലാദം. എന്നോട് ചോദിക്കും എല്ലാവരും, നിങ്ങൾ എന്തിനങ്ങനെ സനാതനധർമ്മം അല്ലെങ്കിൽ അസനാതനധർമ്മം പറയുന്ന ക്ഷേത്രങ്ങളിൽ പോകുന്നു, അവിടെ സനാതനധർമ്മത്തിനെ പറ്റി പറയണം, ഇതൊക്കെ പറയുമ്പോൾ അപ്പോൾ അത് പറയാനുള്ള എൻ്റെ ഒരു നിയോഗമാണ്, എൻ്റെ ഒരു കർമ്മയാണത്. എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് ഞാൻ തുടർന്നു പോകുന്നു ചെയ്യാൻ പറ്റാത്ത ഒരു കർമ്മ ഈ ജീവിതത്തിൽ ചെയ്ത് തീർത്ത് അങ്ങ് പോകുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കാം എനിക്ക് സങ്കടം തോന്നാത്തതോ പേടി തോന്നാത്തതോ. ജീവന്റെ വരെ ഭീഷണിയാണ്. ഡൽഹി കലാപം കഴിഞ്ഞ് ഒരാഴ്ച 8 ദിവസം പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തിറങ്ങിയതിൽ നിന്ന് പോലീസിന്റെ ഓർഡർ ഉണ്ട്. കാരണം അത്ര സെക്യൂരിറ്റി ഇഷ്യൂസ് നമ്മുടെ RSS ലീഡേഴ്സിന് ഏറ്റവും ചോദ്യത്തിൽ ഞാൻ അവിടെ അങ്ങനെ നിറഞ്ഞാടുകയായിരുന്നു. കുറേ സന്യാസിമാര് ആൾക്കാർ എല്ലാം പല സ്ഥലങ്ങളിൽ പല എന്താണെന്നുള്ളത് സത്യത്തിൽ ഇപ്പോൾ കുംഭമേളയിനേക്കാളും അധികം 4 ദിവസം മുമ്പേ അവിടെ എത്തിയുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ആറ്റുനോറ്റ് ഭക്ഷണം കഴിക്കാതെ 36 വർഷം ഭക്ഷണം കഴിക്കാതെ ഒരു പഴം മാത്രം ഭക്ഷിച്ച ഒരു സന്യാസിയെ ഞാൻ പരിചയപ്പെട്ടു. അന്ന് അയാൾ ആ പ്രാണപ്രതിഷ്ഠ ദിവസമാണ് അയാൾ ഭക്ഷണം കഴിക്കുക. അയാൾക്ക് പക്ഷെ ഒരു പ്രശ്നവുമില്ല.
വെള്ളം കുടിക്കും. ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ ആൾക്കാർ കളിയാക്കി ഭക്ഷണം കഴിക്കാത്ത ആളോ. പക്ഷെ അവിടെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ആ ഒരു ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. 500 വർഷം ലക്ഷക്കണക്കിന് കർഷകരെയും ജനങ്ങളെയും പോലീസിനെയും ഒക്കെ മരണങ്ങൾ അവിടെ സംഭവിച്ചു. 10 ലക്ഷം കണക്ക് പ്രകാരം തന്നെ മരണങ്ങൾ ആ ക്ഷേത്രത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പറയുന്നത് ഞങ്ങളുടെ പള്ളിയാന്ന് പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ കണ്ടു പഠിച്ചു വന്നത്. ഇപ്പോൾ രാമക്ഷേത്രം ഹനുമാൻ ഗഡിയുടെ ഇടയിൽ നിൽക്കുന്ന ദീപം തെളിയിക്കാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ ഈ ഒരു ക്ഷേത്രങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പള്ളി വരില്ല എന്നുള്ളത് മാത്രം. ബാക്കി ഒരു സയൻറ്റിഫിക്കലി ഒന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ അതിൻ്റെ നടുക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ മേലെ കെട്ടിയ ഒരു പള്ളിയായിട്ട് തന്നെ ബുദ്ധിയുള്ള ഒരാൾക്ക് തോന്നുള്ളൂ. അത്രയും ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇത് തന്നെയാണ്. ഇത് രാമൻ ജനിച്ച സ്ഥലവും ക്ഷേത്രങ്ങളും പിന്നെ എല്ലാം ഉള്ളത് ഇവിടെ തന്നെയാണ്. പിന്നെ അവിടുത്തെ ചുറ്റിലും നമ്മൾക്ക് കാണാൻ കഴിയുന്ന സംസ്കാരങ്ങളും അതുതന്നെയാണ്. പക്ഷെ അതോടുകൂടി ഭാരതം ഉണർന്നു. ശ്രീരാമ വിജയം എന്നുള്ളത് അവിടെ നമുക്ക് തുടങ്ങിയതുകൊണ്ട് നമുക്ക് ഇന്ന് പിന്നെ സംഭവിക്കുന്ന ഓരോ സംഗതികളും, അതുപോലെ എന്നെ പോലെയുള്ള എത്രയോ പേര് അതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ KK മുഹമ്മദ് സാറൊക്കെ അതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ആൾക്കാർ. അങ്ങനത്തെ കുറേ ആൾക്കാർ ഇവിടെ ശക്തമായിട്ട് മുന്നോട്ട് വരുന്ന എന്താണ്, അത് ഭഗവാന്റെ തീരുമാനമാണ്. ആ തീരുമാനങ്ങൾക്കനുസരിച്ച് നമ്മളിവിടെ ജനിച്ച് നമ്മളിവിടെ ചെയ്യേണ്ട കർമ്മ ചെയ്ത് മുന്നോട്ട് പോവുക. ആ ഒരു ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ആ ഒരു മുക്തി, നമ്മൾക്ക് ആ ഒരു സംതൃപ്തി നേടുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. അല്ലാതെ മരിച്ചുപോയി തിരിച്ച് അവിടെ ഒരു സ്വർഗവും അങ്ങനെ കണ്ട് കുറേ പേടിപ്പെടുത്തി അങ്ങനെയാണ് ജീവിതം കഴിഞ്ഞാൽ ഇങ്ങനെ, അതല്ല. നമ്മൾ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തു പോവുക, നമ്മൾ ധർമ്മം ചെയ്യുക, മറ്റൊരാൾ ഉപദ്രവിക്കുക. നമ്മൾ വേദങ്ങൾ പഠിപ്പിക്കുന്നത് എന്നെ തെറി വിളിക്കുകയായിരിക്കും. ശാസ്ത്രം എങ്ങനെ ജയിക്കൂ? കാരണം ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ എഴുതി വെച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ അത് മനസ്സിലാക്കിയോണ്ട് നമ്മളെ ജീവിതം അവിടെ തീർത്തു പോകുന്നത് വെറുതെ ആയി പോകരുത്. അതൊരു മോക്ഷ ജന്മമാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളൊക്കെ. അങ്ങനെയായിരിക്കും ആ ജീവൻ മരണത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് അങ്ങോട്ട് അത് ഇല്ലാതാക്കി ഇവിടുന്ന് തീരുക എന്നുള്ളതാണ്. അതിൻ്റെ മുമ്പിൽ രാഷ്ട്രീയവും ഇല്ല, മതവും ഇല്ല, ഒന്നുമില്ല. നമുക്ക് മതമില്ല. സനാതനമുള്ള ഒരാൾക്ക് മതം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ നമ്മൾ വരുമ്പോൾ കാണുമ്പോൾ നമ്മളെ വീട്ടിൽ കയറുന്ന പോലെ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ജീവിച്ച് മരിച്ചു പോകാനും നമുക്ക് എല്ലാ അനുഗ്രഹവും, ദേവിയുടെ അനുഗ്രഹവും എല്ലാ ദേവദേവതന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ട്രസ്റ്റിന് നന്ദി രേഖപ്പെടുത്തി, പ്രത്യേകിച്ച് സുരേഷ് ജിയോട് നന്ദി രേഖപ്പെടുത്തി, എല്ലാ സദസ്സിലുള്ള സഹോദരന്മാർ എല്ലാവരും പ്രാർത്ഥനയും ഉണ്ടാവണം, നമുക്ക് ഒന്നിച്ച് മുന്നേറാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.